ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്ലാക്ക് മാറ്റ് സിൽക്ക് ത്രെഡ് ജിമിക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു ചെറിയ ജിമിക്ക ബേസാണ് ആവശ്യം. ചെറിയ കുട്ടികൾക്കുള്ള കമ്മലായതുകൊണ്ട് ചെറിയ ജിമിക്ക ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം സിൽക്ക് ത്രെഡാണ്, ബ്ലാക്ക് സിൽക്ക് ത്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യം ബാൾ ചെയിൻ, ബ്ലാക്ക് മെറ്റലിൻ്റെ സ്റ്റഡാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് മെറ്റലിൻ്റെ സ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഫ്ലവറിങ് ക്യാപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗോൾഡ് ഫ്ലവറിങ് ക്യാപ്പും എടുക്കുന്നുണ്ട്. അത് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ഹെഡ് പിൻ എടുക്കും. ഇനി വേണ്ടത് സിസറും പ്ലെയേഴ്സും ഒക്കെയാണ്. ഈ പ്ലെയേഴ്സിന് ഓരോന്നിനും ഓരോ യൂസ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഫാബ്രിക് ഗ്ലൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡില്ല, ഒരു ബൈൻഡ് പേപ്പർ. ഇനി നമുക്ക് വേണ്ടത് ഇയറിംഗ് നട്ട്സാണ്. എൻ്റെ ഇയറിങ്ങിൻ്റെ ബാക്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. പിന്നെ നമുക്ക് ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി, ഒരു ടൂത്ത് പിക്ക്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സേഫ്റ്റി പിന്നോ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉപയോഗം ചെയ്യാനുള്ള. ഇത് ജസ്റ്റ് എനിക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ബൈൻഡ് കട്ട് ചെയ്യാവാൻ വേണ്ടിയിട്ട് മടക്കിയാണ്, എന്നാൽ മാത്രമേ നമുക്ക് ചുറ്റാനെത്തി എളുപ്പം ഉണ്ടാവുള്ളൂ. ഇനി സിൽക്ക് ത്രെഡ് എടുത്ത് ചുറ്റാൻ പോവുകയാണ്. ഫസ്റ്റ് ഇതുപോലെ പിടിച്ച് വച്ചിട്ട് വേണം ചുറ്റാൻ. ഒരു 25 ടൈംസ് ഞാൻ ചുറ്റുന്നുണ്ട്. ഇത് ചെറിയ ബേസ് ആയതുകൊണ്ട് ഒരു 20-25 ടൈംസ് ഒക്കെ ചുറ്റിയാൽ മതി. അല്ലെങ്കിൽ ഓരോന്നിൻ്റെ സൈസ് അനുസരിച്ച്, ബേസിൻ്റെ സൈസ് അനുസരിച്ചാണ് നമുക്ക് ചുറ്റേണ്ടത്. സൈസ് അനുസരിച്ച് ചുറ്റുന്നതിൻ്റെ എണ്ണവും കൂടും. ഇങ്ങനെ വേണം ചുറ്റാൻ. ഒരു 25 ടൈംസ് ചുറ്റിക്കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് പിടിക്കണം. ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സിസർ എടുത്ത് അത് നല്ല കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നല്ല പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ലെങ്ത് കുറഞ്ഞ ത്രെഡ് ഇതുപോലെയൊക്കെ വരുന്ന ഭാഗം എടുത്ത് കളയണം. കാരണം ചുറ്റുമ്പോഴത്തേക്കും അത് പൊങ്ങിയിരിക്കാനും നമ്മൾ ചുറ്റുന്നത് ലൂസാവാനും ഒക്കെ കാരണമാവും. നല്ല നീറ്റാവണമെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ അതിൻ്റെ ഒരു എൻഡ് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. ഇത് കുറച്ച് ഭാഗം മാത്രമേ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നുള്ളൂ. അടുത്ത എൻഡ് ഇച്ചിരി കൂടുതൽ നീളത്തിന് ഒട്ടിക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിന് ഒട്ടിക്കും. ഈ ചെറുതായിട്ട് ഒട്ടിച്ച ഭാഗം പിന്നെ ലെങ്ത് കുറയ്ക്കുകയാണ്. ബേസിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് കുറയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ജിമിക്ക ബേസ് എടുത്ത് അതിനകത്ത് ഫാബ്രിക് ഗ്ലൂ ഇടും. ഈ ഫാബ്രിക് ഗ്ലൂ എന്ന് പറയുന്നത് ഉണങ്ങുമ്പോഴത്തേക്കും ആ വൈറ്റ് കളറങ്ങ് മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതുപോലെ അകത്തൂടെ എടുത്ത് അതിൽ നല്ലതുപോലെ ഒട്ടിച്ച് വയ്ക്കണം. ഇതിനി ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ആ വൈറ്റ് കളറങ്ങ് മാറും. ഇനി ഞാൻ ഇത് ചുറ്റാനാണ് പോകുന്നത്. ആദ്യം ഇതുപോലെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് അകത്ത് ഹോളിൽ കൂടി പുറത്തെടുക്കണം. എത്രമാത്രം നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടോ അത്രമാത്രം ജിമിക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, വൃത്തിയും കാണും. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇത് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ അടുത്തത് ചുറ്റാൻ വേണ്ടിയിട്ട്. ഈ ഗ്യാപ്പ് വിടുന്നതെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ജിമിക്ക ഇങ്ങനെ അടുപ്പിച്ച് ചുറ്റി വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുകളിലത്തെ ഹോളിൻ്റെ ഭാഗം ചിലപ്പോൾ പൊങ്ങിയിരിക്കും, ചിലപ്പോൾ താന്നിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്യാപ്പായിട്ട് നമ്മൾ ചുറ്റുന്നത്. ഒരു റൗണ്ട് ചുറ്റി വന്നിട്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ ചുറ്റും.
നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെയാണ് ഇനി എല്ലാം ചുറ്റിയെടുക്കുന്നത്. പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ചുറ്റുന്ന ആ സ്ഥലം നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിരുന്നാൽ മതി. എല്ലാം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണമെന്നില്ല. ആ ചുറ്റുന്നത് ടൈറ്റ് ചെയ്ത് പിടിച്ചിരുന്നാൽ നല്ല ഇറുകിയിരിക്കും. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് ചുമക്കാൻ നമുക്ക് കിട്ടും. ഇനി നമ്മൾ വേണ്ട ആ ഗ്യാപ്പ് വിട്ടിരുന്ന ഭാഗം ഫില്ല് ചെയ്യണം. നമ്മൾ പഴയ കണക്ക് തന്നെയാണ് ആ ഭാഗത്ത് നല്ലപോലെ ത്രെഡ് വെച്ചങ്ങ് ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിരുന്ന നല്ല വൃത്തിയായിട്ടും നല്ല പെർഫെക്റ്റ് ജുംക്ക കിട്ടും. ജുംക്ക ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഭാഗം നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ലാസ്റ്റ് ഭാഗം നമ്മൾ ചുറ്റാതെ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ പിടിച്ച് വെച്ച് ടൈറ്റ് ചെയ്ത് ഈ വിരൽ കൊണ്ട് ആ ഭാഗം നല്ല ഇറുക്കി പിടിച്ചിട്ട് കൂടുതൽ ഭാഗം നീക്കി കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. കുറച്ച് ഫാബ്രിക് ഗ്ലൂ തേച്ചിട്ട് നമ്മൾ വിരൽ വെച്ച് അകത്തോട്ട് ഇതുപോലെ ഒട്ടിച്ച് ഒട്ടിക്കുകയാണ്. നല്ല എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത എല്ലാ ത്രെഡും ഫാബ്രിക് ഗ്ലൂവിൽ ഇട്ടേക്കണമെന്ന് നമ്മൾ ശ്രദ്ധിച്ചോളണം. എല്ലായിടും കൂടി ഒന്ന് ചുറ്റും ഒരു ഫാബ്രിക് ഗ്ലൂ ഒന്ന് തേച്ച് ഇതുപോലെ വയ്ക്കുന്നത് ഒരു നല്ലതാണ്. കാരണം എവിടെയും വിട്ടുപോകത്തില്ല. ഇൻ കേസ് എവിടെയെങ്കിലും ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ടൈറ്റ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ജുംക്ക ബേസ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മളിത് ഇതിനകത്തോട്ട് ഫ്ലവറിങ് ക്യാപ്പ് വയ്ക്കാൻ പോവുകയാണ്. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് അതിനകത്ത് ഫ്ലവറിങ് ക്യാപ്പ് ഒട്ടിച്ച് വയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു വലിയ ഗോൾഡൻ ഫ്ലവറിങ് ക്യാപ്പ് എടുത്തില്ല, അതാണ് ഈ ഒട്ടിച്ച് വയ്ക്കുന്നത്. ഇത് നമ്മൾ വയ്ക്കുന്നതെന്ന് പറയുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഹെഡ് പിൻ നമ്മളിതിൽ വയ്ക്കുമ്പോഴത്തേക്കും ചില ഹെഡ് പിന്നിൻ്റെ ഹെഡ് തിന്നായിരിക്കും. അപ്പോൾ ആ ഹോളിൽ കൂടെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. ഹാങ്ങിങ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലവറിങ് ക്യാപ്പ് അകത്ത് വയ്ക്കുന്നത്. മാത്രമല്ല ഈ ത്രെഡ് എവിടെയെങ്കിലും ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഫ്ലവറിങ് ക്യാപ്പ് വയ്ക്കുന്ന വഴി ആ ഗ്ലൂ മൊത്തം ടൈറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഫ്ലവറിങ് ക്യാപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഹെഡ് പിൻ വയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഫ്ലവറിങ് ക്യാപ്പും ഉണ്ട്. ബ്ലാക്ക് മെറ്റൽ ഇയറിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് മെറ്റലിൻ്റെ ഫ്ലവറിങ് ക്യാപ്പാണ് മുകളിൽ വയ്ക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 ജുംക്ക ബേസും റെഡിയായി. രണ്ടിലും ഫ്ലവറിങ് ക്യാപ്പും നമ്മളകത്ത് വെച്ച് കഴിഞ്ഞ് ഇതാണ്ട് അകത്തൂടെ ഈ ഹെഡ് പിൻ പുറത്ത് ഇതുപോലെ എടുക്കണം. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. കാരണം ഗ്ലൂവും കൂടെ ഉണ്ടായിരുന്നു, നല്ല ടൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ,
ഇതുപോലെ പുറത്തൂടെ എടുത്തിട്ട് അതിൽ ഫ്ലവറിങ് ക്യാപ്പ് ഇടയാണ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവറിങ് ക്യാപ്പ് ഇടുന്നത്. ഇതുപോലെ അടുത്ത ജിമിക്കയിലും നമ്മൾ ഫ്ലവറിങ് ക്യാപ്പ് ഇടാൻ പോവുകയാണ്. സെയിം നമ്മൾ ഫസ്റ്റ് ജിമിക്ക ചെയ്ത കണക്ക് തന്നെ അകത്തൂടെ ഹെഡ് പിൻ എടുത്തിട്ട് മുകളിൽ ഫ്ലവറിങ് ക്യാപ്പ് വയ്ക്കുകയാണ്. നമ്മളെ 2 ജിമിക്കയും റെഡിയായി. ഇനി നമുക്ക് എങ്ങനെ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഞാൻ ഫ്ലാറ്റ് നോസ് പ്ലെയർ എടുക്കുകയാണ്. അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് വളച്ച് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ വളച്ച് വെക്കണം. നല്ല വളച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ റൗണ്ട് നോസ് പ്ലെയർ എടുത്ത് ചെറിയ സൈസ് മതിയല്ലോ, അപ്പോൾ അതിൻ്റെ തുമ്പിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ച് നമുക്കിതാണ്ട് ഇങ്ങനെ റൗണ്ടിന് നല്ല പ്രഷർ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ കണ്ട് ഇങ്ങനെ റൗണ്ടിന് ചുറ്റി കിട്ടത്തുള്ളൂ. കണ്ടോ, അവിടെ റിങ് കണക്കായി കഴിഞ്ഞു. നമ്മൾ കട്ടിങ് പ്ലെയർ വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇനി തണ്ട ഇതുപോലെ റൗണ്ട് പ്ലെയർ എടുത്ത് വളച്ച് വെച്ചേക്കുന്നില്ലേ, അതൊന്ന് നിവർത്തി എടുക്കണം. ഇതുപോലെ നിവർത്തി എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് ഹാങ്ങിങ്ങിൻ്റെ ഇത് കിട്ടും. ഇങ്ങനത് ഇതുപോലെ പെർഫെക്റ്റ് ഹാങ്ങിങ്ങിൻ്റെ ഇത് കിട്ടും. നമ്മളിത് 2 ജിമിക്കയും ശരിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ബാൾ ചെയിൻ വെച്ച് ജിമിക്ക ഡെക്കറേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇതുപോലെ ചുറ്റി എടുക്കണം. ചുറ്റി എടുത്തിട്ട് നമ്മൾ കട്ടിങ് പ്ലെയർ വെച്ച് കറക്റ്റ് അളവ് നോക്കി ഇതുപോലെ എടുത്ത് കട്ട് ചെയ്യണം. കറക്റ്റ് പാകം കിട്ടി. അത് വയ്ക്കണം. ഇനി നമുക്ക് എങ്ങനെ ബാൾ ചെയിൻ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. നമ്മളതിന് ഫാബ്രിക് ഗ്ലൂ എടുത്ത് എൻ്റെ തുമ്പിൽ ഇതുപോലെ കുറച്ചേ ആവുള്ളൂ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാവുള്ളൂ. കൂടുതലായിപ്പോയാൽ ജിമിക്ക വെളിയിൽ മൊത്തം ഈ ഗ്ലൂ ആവും, ഒരു വൃത്തിയും കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് പതുക്കെ സാവധാനം ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് ഇങ്ങനെ തുമ്പിൽ മാത്രം കൊണ്ടുപോവുക. ഇതുപോലെയാവും. ഇതിനകത്ത് ഗ്ലൂ തേച്ചേക്കണമെന്ന് പറഞ്ഞാൽ നമ്മളകത്ത് വച്ചേക്കുന്ന ഹെഡ് പിൻ നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് അളവെടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബാൾ ചെയിൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മളെ കൈ വെച്ച് അത് കൂടുതൽ വൃത്തികേടാവും. അതിനാണ് ഞാൻ ഈ ടൂത്ത് പിക്ക് എടുത്ത് ഇതിലിടുന്നത്. അതിൻ്റെ ആ തുമ്പ് ഭാഗം അതിൽ തൊടുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും, കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും. ഇതാ നമ്മൾ 2 ചെയ്ത് കഴിഞ്ഞു.
അത്രയേ ഉള്ളൂ. ബ്ലാക്ക് മെറ്റൽ സ്റ്റഡുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ബ്ലാക്ക് മെറ്റൽ ഇയറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് മെറ്റൽ ഫ്ലവറിങ് ക്യാപ്പും വേണം, സ്റ്റഡും അതുപോലത്തെ വേണം. ഇതിന് നമുക്ക് എങ്ങനെ ഹാങ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫ്ലാറ്റ് നോസ് പ്ലെയർ എടുത്ത് അത് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചേക്കില്ലേ, ആ ഭാഗം ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യണം. നമ്മൾ ബ്ലാക്ക് മെറ്റൽ സ്റ്റഡിൻ്റെ കണക്ടർ കയറുന്ന ആ അത്രയും ഓപ്പൺ ചെയ്തിട്ട് അതിന് തിരിച്ച് വെച്ച് വേണം, ഇതുപോലെ വേണം അകത്ത് ഇട്ടിട്ട് റൗണ്ട് നോസ് വെച്ച് ക്ലോസ് ചെയ്യണം. റൗണ്ട് നോസ് യൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ആ ചെറിയ ഗ്യാപ്പല്ലേ ഉള്ളതില്ലേ, അത് ഈ റൗണ്ട് നോസേ കയറത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ട് നോസ് യൂസ് ചെയ്യുന്നത്. അതെന്നിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജിമുക്ക് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ബ്ലാക്ക് മെറ്റൽ ഇയറിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബേക്കിൽ ഇയറിംഗ് നട്ട്സ് ഇട്ട് വയ്ക്കാം. ഇത് സ്മാൾ സൈസ് ജിമുക്കയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 5-6 പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയതാണിത്. അതുമല്ല വെയ്റ്റ്ലെസ്സുമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെഡി. നിങ്ങൾക്കിതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. എൻ്റെ ഫ്യൂച്ചർ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.